നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീട്ടമ്മയെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുള്ളിക്കണക്ക് കരിമുട്ടം ശ്രീനിലയത്തിൽ രാജേശ്വരി അമ്മയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഭർത്താവ് ശ്രീവത്സൻ പിള്ളയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഇരുവരും ജീവനെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് രാജേശ്വരി അമ്മ കഴുത്തിൽ കയർ മുറുക്കിയെങ്കിലും വായിൽ നിന്ന് രക്തം വന്നതോടെ ഇരുവരും ഭയപ്പെട്ട് ശ്രമം ഉപേക്ഷിച്ചു. തുടർന്ന് ഇവർ വാഹനത്തിന് മുന്നിൽ ചാടാൻ തീരുമാനിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും വീണ്ടും ഭയന്ന് പിന്തിരിയുകയായിരുന്നു. പിന്നീട് വീട്ടിലെത്തി ഇരുവരും തൂങ്ങി മരിക്കാൻ നടത്തിയ ശ്രമത്തിൽ രാജേശ്വരി അമ്മ മരിച്ചു. ഇത് കണ്ട് ഭയന്ന ശ്രീവത്സൻ പിള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇവർ മിക്കപ്പോഴും രാത്രിയിൽ രാജേശ്വരി അമ്മയുടെ സഹോദരി രാജലക്ഷ്മിയുടെ വീട്ടിൽ എത്തുമായിരുന്നു. ഇവരെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രാജേശ്വരി അമ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ശ്രീവത്സൻ പിള്ളയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വെട്ടിക്കോട്ട് നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ വാഹനാപകടത്തിൽ ശ്രീവത്സൻ പിള്ളയ്ക്ക് തലയ്ക്ക് പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഇവരുടെ മക്കൾ വീണയും വിദ്യയും ജോലി സംബന്ധമായി മറ്റ് സംസ്ഥാനങ്ങളിലാണ്. സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് ഇരുവരും ജീവനെടുക്കാനുള്ള തീരുമാനമെടുത്തത്. എന്നാൽ രാജേശ്വരി അമ്മ തൂങ്ങി മരിക്കുന്നതിന് ശ്രീവത്സൻ പിള്ള വീട് വിട്ടിറങ്ങുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് പറയുന്നതനുസരിച്ച് ഭർത്താവ് ഇവരുടെ കഴുത്തിൽ ഷാൾ കുരുക്കിയതായാണ് സൂചന. കഴുത്തുമുറുകി രാജേശ്വരി അമ്മയുടെ വായിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് ഭയന്ന ശ്രീവത്സൻ പിള്ള പിടിവിട്ടു. തുടർന്ന് ഇരുവരും വാഹനത്തിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. റോഡിലേക്ക് എത്തിയെങ്കിലും ഭയന്ന് വീട്ടിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു. തുടർന്ന് വീണ്ടും ഷോൾ കഴുത്തിൽ കുരുക്കി ഇരുവരും തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. ഭാര്യ മരിച്ചതുകൊണ്ട് ഭയപ്പെട്ട ശ്രീവത്സൻ പിള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണെന്ന് പോലീസ് പറഞ്ഞു. ഇവരുടെ 2 പെൺമക്കൾക്കും പൂനെയിലാണ് ജോലി. വീട്ടിൽ ഇവർ മാത്രമാണ് ഉള്ളത്. രാത്രി രാജേശ്വരി അമ്മയുടെ സഹോദരി രാജലക്ഷ്മിയുടെ വീട്ടിലായിരുന്നു കിടന്നത്. അവിടെ ചെല്ലാതായതിനെ തുടർന്നാണ് ബന്ധുക്കൾ ഇവരെ അന്വേഷിച്ച് ഇറങ്ങിയത്. രാജേശ്വരി അമ്മയെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്നായിരുന്നു പോലീസിൽ പരാതി നൽകിയത്. ശ്രീവത്സൻ പിള്ളയെ മണിക്കൂറുകൾക്ക് ശേഷമാണ് കണ്ണനാകുഴിയിൽ നിന്ന് കായംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ കഴകം ജോലിയിൽ നിന്ന് വിരമിച്ച ശ്രീവത്സൻ പിള്ളയും രാജേശ്വരി അമ്മയും 9 മാസമായി പത്മാലയം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് പെരിങ്ങാലയിലെ സ്വന്തം വീടും സ്ഥലവും നേരത്തെ തന്നെ വിറ്റിരുന്നു. ബുധനാഴ്ച വൈകിട്ടോടെ ശ്രീവത്സൻ പിള്ളയും രാജേശ്വരിയും ജീവനെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആദ്യം രാജേശ്വരിയുടെ കഴുത്തിൽ കുരുക്കുമുറിക്കെങ്കിലും മരണവെപ്രാളം കണ്ട് ഭയന്ന് പുറത്തിറങ്ങിയ ശ്രീവത്സൻ പിള്ള സ്കൂട്ടറിൽ കണ്ണാനംകുഴിയിലേക്ക് പോവുകയായിരുന്നു. രാജേശ്വരി വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ വന്നതോടെ പൂനെയിലുള്ള മക്കളുടെ അടുത്തുള്ള ബന്ധുക്കളെ വിവരം അറിയിക്കുകയായിരുന്നു. സഹോദരി എത്തി അടഞ്ഞുകിടന്ന കതക് തുറന്ന് അകത്ത് കയറിയപ്പോഴായിരുന്നു രാജേശ്വരി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞെത്തിയ പോലീസ് ശ്രീവത്സൻ പിള്ളയുടെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ കണ്ണാനംകുഴിയിലുള്ളതായി കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് അവിടെ എത്തി കസ്റ്റഡിയിലെടുത്തു. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ വാഹനാപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റതിനു ശേഷം ശ്രീവത്സൻ പിള്ളയ്ക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി ബന്ധുക്കൾ പറയുന്നു. രാജേശ്വരി അമ്മയുടെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. തൂങ്ങി മരണമെന്നാണ് പ്രാഥമിക നിഗമനം. പൂനെയിലുള്ള മക്കൾ എത്തിയ ശേഷം സംസ്കാരം ഇന്ന് നടക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.